സ്ത്രീകൾ ധാരാളമായി വർക്ക് ചെയ്യുന്ന IT മേഖലയിലെ വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്, അതും ഇത്ര ഗുരുതരമായിട്ടുള്ള മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ അതിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ല് പണയത്തിലാണ് എന്ന് മാത്രമേ നമുക്കതിനെ വിലയിരുത്താനായിട്ട് കഴിയുകയുള്ളൂ. ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള വാർത്താ റിപ്പോർട്ടിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഉയർത്തിയിരുന്ന എതിർവാദങ്ങളെല്ലാം തന്നെ അസ്ഥാനത്തായി പോകും. അത് റദ്ദാക്കപ്പെടും. പ്രേക്ഷകർ തിരിച്ച് മാധ്യമങ്ങളെ ചോദ്യം ചെയ്യും എന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രീണനം നടത്തുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ അജണ്ട മുന്നോട്ട് വയ്ക്കുന്നതിനല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയേണ്ടത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് തികച്ചും നിഷ്പക്ഷമായിരിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ പാലിക്കുന്നത് നിഷ്പക്ഷതയല്ല, മറിച്ച് നിങ്ങളിൽ പല ആൾക്കാരും മൗനത്തിലൂടെ ഇതിൽ പ്രതിസ്ഥാനത്തുള്ള ആൾക്കാരുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരികയാണ്. ഇതിൽ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് ഈ ആരോപണം